നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ഒരു സന്മനസ്സുള്ള ആള് വരുവോ? വരണമല്ലോ. ഒരു പെണ്ണിനെ സൃഷ്ടിക്കുമ്പോ തന്നെ ദൈവം അവൾക്ക് പറ്റിയൊരു പയ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് ഒരു പ്രപഞ്ച നിയമ അല്ലേ മുത്തശ്ശി? അല്ല, വന്ദനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടും വന്ദന ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. അതെന്താ അങ്ങനെ? അത് മോനെ, നിനക്ക് വന്ദനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ലല്ലോ. കോടീശ്വരനായ രാജീവുമൊത്തുള്ള അവളുടെ വിവാഹം ഉറപ്പിച്ചതാ. പക്ഷേ കാർ ആക്സിഡന്റിൽ രാജീവ് മരിച്ചതോടെ ആ വിവാഹം മുടങ്ങി. രാജീവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാ ദിയ. ആ ദിയ മോളെ വന്ദനെ ഏറ്റെടുത്ത് സ്വന്തം മോളെ പോലെ വളർത്തുക. ഹരിത പറഞ്ഞ് കാര്യങ്ങൾ ഏറെക്കുറെ എനിക്കറിയാം. എന്നാ നീ മനസ്സിലാക്കാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ജന്മം ഇനി അവൾക്കൊരു വിവാഹമേ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാ വന്ദന. അതുകൊണ്ടാ മോനെ അവളുടെ ഭർത്താവ് ഒരു മഹാഭാഗ്യവാനാന്ന് മോൻ പറഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടു പോയത്. അവൾക്ക് വിവാഹമേ വേണ്ടെന്നാ പറയുന്നത്. ഇനി വന്ദനെക്കുറിച്ച് ഒരു കാര്യം കൂടി മോൻ അറിഞ്ഞിരിക്കണം. മരണപ്പെട്ട രാജീവിന്റെ വിൽപത്രത്തില് അയാളുടെ കോടിക്കണക്കിന് സ്വത്തിന്റെ സൈനിങ് അതോറിറ്റിയായി വച്ചിരിക്കുന്നത് വന്ദനയാണ്. എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം വന്ദന രാജീവിന്റെ സഹോദരി രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ ഏറ്റെടുത്ത് വളർത്തുകയാ. കോടിക്കണക്കിന് സ്വത്തിനേക്കാൾ ദിയമോൾക്ക് വില കൽപ്പിക്കുന്നവളാ എന്റെ മകള്. ആ ദിയമോള് വണ്ടിയിൽ നിന്ന് വീണെന്ന് കേട്ടപ്പോഴാ വന്ദന മോന്റെ ചകിട്ടത്തടിച്ചത്. അത് ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ക്ഷമിക്കണ അച്ഛ. ഇപ്പോഴാ വന്ദന ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കോടിക്കണക്കിന് സ്വത്തുക്കളെക്കാൾ വലുത് താൻ പ്രസവിക്കാത്ത ഒരു പെൺകുട്ടിക്ക്, വന്ദനയുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടാവില്ല അച്ഛ. വിഷമിക്കാതമ്മേ. ഈ ജന്മം വിവാഹമേ വേണ്ടെന്ന വന്ദനയുടെ തീരുമാനം, അതിന് പിന്നിൽ ദിയമോളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണെന്ന് എനിക്ക് മനസ്സിലായി. ദിയമോളെ സ്വന്തം മോളെ കരുതുന്ന ഒരാള് വന്ദനെ വിവാഹം കഴിക്കാൻ വന്നാൽ വന്ദനേച്ചിയുടെ വിവാഹം നടക്കും. അങ്ങനെ ഒരു സന്മനസ്സുള്ള ആള് വരുവോ? വരണമല്ലോ. ഒരു പെണ്ണിനെ സൃഷ്ടിക്കുമ്പോ തന്നെ ദൈവം അവൾക്ക് പറ്റിയൊരു പയ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് ഒരു പ്രപഞ്ച നിയമ അല്ലേ മുത്തശ്ശി? ഒരു കടലോളം സ്നേഹം വന്ദനയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന് ഒരു കടുകോളം അനുഗ്രഹം ദൈവം കൊടുക്കാതിരിക്കുമോ? സമയമാവുമ്പോ വന്ദനയ്ക്ക് അങ്ങനെ ഒരാൾ വന്നിരിക്കും.
ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. ഇവളെന്തോ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. IAS കാര്യമാവാനായിരിക്കും ശ്രമം. വിക്രം, എനിക്ക് എല്ലാമായ എന്റെ ഭർത്താവ് എന്റെ ഭാഗ്യം. എന്താ നിർത്തിക്കളഞ്ഞത്? ഈ ചിത്രം ആരുടേതാണെന്ന് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ കൊച്ചു കുട്ടികൾ പോലും വിളിച്ചു പറയും ഇത് എന്റെ ചിത്രമാണെന്ന്. അത്രയ്ക്ക് പെർഫെക്റ്റാ. മതി, ഈ അംഗീകാരം മാത്രം മതി എനിക്ക്. വർഷ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്ര മനോഹരമായി വരയ്ക്കാൻ പറ്റുന്നു? ഏട്ടന്റെ രൂപം സദാസമയവും എന്റെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. ആ വിശാലമായ നെറ്റി, പുരികം, ഉണ്ട കണ്ണുകൾ, ശംഖ് കടഞ്ഞെടുത്ത പോലുള്ള കഴുത്ത്. അയ്യോ, മതി മതി മതിയേ. ദേ ഞാനങ്ങ് പറന്നു പോവും. അതല്ല ഏട്ടാ, ഞാൻ സത്യം പറയാ. ഈ രൂപം ഓർത്തുകൊണ്ട് ഒരു ബ്രഷോ പെൻസിലോ കയ്യിലെടുത്താ മതി, പേപ്പറില് ഏട്ടന്റെ രൂപമായി അത് പടർന്നിറങ്ങും. കൊള്ളാം. ഞാനും മനസ്സിന്റെ കടലാസിൽ സ്വപ്നത്തൂലിക കൊണ്ടൊരു ചിത്രം വരച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളുടെ ചിത്രം. അയ്യോ, ടെൻഷൻ അടിക്കണ്ട. രവിവർമ്മ ചിത്രങ്ങൾ പോലെ ഞാൻ മനസ്സിൽ വരച്ചിട്ട ആ മുഖത്തിന് ഈ മുഖത്തിന്റെ ഛായ. പക്ഷേ വർഷയുടെ ജന്മസിദ്ധമായ കഴിവ് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇത് കഴിവ് മാത്രമല്ല, ആ മനസ്സിൽ ഞാൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാ. ഏട്ടാ വേണ്ട, വെറുതെ ഓരോന്ന്. വെറുതെ അല്ല, നീ അത്രത്തോളം എന്നിലൊരു ഭ്രാന്തായി മാറിക്കഴിഞ്ഞു. പ്രണയത്തിന്റെ മുഴുവട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.